ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതേ പിന്നെയും കിച്ചണിലേക്കട്ടാ. ഈ ജനലൊക്കെ ഒന്ന് തുറന്നതാട്ടാ. ഇന്നലെ വെള്ളപ്പയർ വൻപയറില്ലേ, അത് വെള്ളത്തിലിട്ടിട്ടായിട്ടാ. അപ്പോൾ അതേ നന്നായിട്ട് കുതിർന്നിരിക്കണ്ടേ. കട്ടൻ ചായ വെച്ചിട്ടാണ് കേട്ടോ കിച്ചൺ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് തിളപ്പിച്ച് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കാമല്ലോ. ഇതേ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ചായപ്പൊടി ഇട്ട് അത് ഊറ്റി മധുരമൊക്കെ ഇട്ട് ഫ്ലാസ്കിലെടുത്ത് വെച്ചേ. ഇനി നമുക്ക് പയർ ഇതേ കുക്കറിലിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. എന്നിട്ട് ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ എടുത്ത് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അടുത്ത അടുക്കളപ്പണിക്ക് കയറുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ കട്ടൻ ചായ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്ന് 6:30-ക്ക് ഒരാൾക്ക് ട്യൂഷനുണ്ട്. 10ാം ക്ലാസ്സിന് ക്ലാസ്സും ട്യൂഷനൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് ചായ കുടിച്ചിട്ടാ. മുറ്റത്തൊക്കെ അപ്പോൾ നിറച്ച് ഇലകൾ മാവുണ്ട് കേട്ടോ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും പയർ വിസിലടിക്കണ്ട കേട്ടോ. അപ്പോൾ 4 വിസിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം വെന്തിട്ടുണ്ടാകും. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് പയറിന് അപ്പമാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയും അരിപ്പൊടിയും ചെറു ചൂടുവെള്ളത്തിൽ നല്ലോണം കലക്കി വെച്ചിട്ട് കലക്കി ചുടണം അപ്പം കേട്ടോ. അപ്പം മാവ് കലക്കി വെച്ചിട്ട് പയർ താളിച്ചെടുക്കാം കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് ഒരു ചെറിയ തക്കാളിയും ചേർത്തിട്ട് നല്ലോണം മൂപ്പിച്ച് മുളകൊക്കെ ഇട്ട് അതിലേക്ക് പയർ കമിഴ്ത്തിയിട്ടാ. എന്നിട്ട് ഇനി അത് നല്ലോണം തിളക്കുമ്പോൾ അത് മാറ്റി വെക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളക്കണ്ട കേട്ടോ. തിളച്ചതിൻ്റെ അതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും ഇട്ടിട്ട് മാറ്റി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് അപ്പം ചൂടാട്ടാം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോ കണ്ടിട്ട് പറഞ്ഞേ, വേറെ ആരും സംസാരിക്കണ പോലെ തോന്നുന്നത് നീ സംസാരിക്കണ പോലെ തോന്നണില്ല എന്നൊക്കെ കേട്ടാ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കാനിരിക്കുമ്പം ഭയങ്കര എന്താ പറയണ്ടേന്ന്, അല്ലെങ്കിൽ ഞാൻ പടപടാന്ന് സംസാരിക്കണ ആളാണ്. ഇത് വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് ഒന്നും ഇങ്ങോട്ട് വരില്ല. പിന്നെ ഞാനൊരു വിധത്തിൽ പറഞ്ഞൊക്കെ ഒപ്പിച്ചൊക്കെ ശരിയാക്കാൻ തന്നിട്ടത്. പിന്നെ എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം അതിൻ്റെ ഇരിക്കും. പിന്നെ വഴിയെ ശരിയായി വന്നോളിരിക്കും അത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. അപ്പം ഈ അപ്പം കറക്റ്റ് റൗണ്ടായിട്ടൊന്നും വരില്ല കേട്ടോ. ഞാനത് മാക്സിമം നോക്കും. എന്നാലും അതിൻ്റെ അകത്ത് എല്ലാ കോണ്ടിനെൻറ്റും വരും കേട്ടോ. ആഫ്രിക്കയും ഏഷ്യയും ഓസ്ട്രേലിയയൊക്കെ ഉണ്ടാകും ഫ്രൈ പാനിൽ. പിന്നെ എൻ്റെ 2-3 അപ്പമൊക്കെ ഫ്ലോപ്പായി പോകും കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ വിട്ടൊക്കെ ഇങ്ങനെ പോരും അങ്ങനെയൊക്കെ. അപ്പം 8:30 ആയപ്പോഴത്തേക്കും വാപ്പിയും മോനും ചായ കുടിക്കാൻ വന്നിരുന്നേ. അവനപ്പോൾ സ്കൂളിൽ പോകണം, ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇക്കാക്ക മാങ്ങ കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെത്തി കൊടുത്തിട്ട് അവർക്ക്. പിന്നെ പാൽ ചായ തിളപ്പിച്ച് വെച്ച് അപ്പം ചൂടിനതിൻ്റെ ഇടയ്ക്ക് ഞാൻ രസത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചായിരുന്നു, തക്കാളിയൊക്കെ. അപ്പോൾ അവർ ചായ കുടിക്കാനിരുന്നപ്പോഴത്തേക്കും ഞാൻ രസം തിളപ്പിക്കാൻ വെച്ചിട്ടാ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയുടെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് കിച്ചൺ ഡ്യൂട്ടി വേഗം തീർക്കാം കേട്ടോ. അപ്പം ഇനി രസം താളിക്കാം കേട്ടോ. ഉലുവയും കടുകും വറ്റൽമുളകും വേപ്പിലയൊക്കെ ഇട്ടിട്ട് രസം താളിക്കണ്ട കേട്ടോ. അപ്പം ഇന്ന് ഉച്ചക്ക് ഇന്നലത്തെ മീൻകറിയും കുറച്ച് ഇരിക്കണ്ടായിരുന്നു. അതുകൊണ്ട് പരിപ്പ് കറി വെച്ച് തേങ്ങാ ചമ്മന്തി അരച്ച് രസവും പിന്നെ പപ്പടവും പൊരിച്ചിട്ടാ. അപ്പം അത്രേ ഉണ്ടായുള്ളൂ ഇന്ന്. പിന്നെ മീനൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.